വീട് നല്ല വീടായിരിക്കണം. ബെഡ്റൂം ഒന്ന് പോരല്ലേ? രണ്ടുപേരായിക്കോട്ടെ. പിന്നെ അതിഥികളൊക്കെ വന്നാൽ ഇരിക്കാൻ നല്ലൊരു ഹോള് അത് വേണം. പിന്നെ ബാത്റൂം അറ്റാച്ച്ഡ് ആവണം. പൂജാമുറിയോ? പൂജാമുറി ആയിക്കോട്ടെ. വീടിന്റെ മുൻവശം കാണാൻ ഒരു ചേല് വേണം. നല്ല പൂന്തോട്ടവും കാറ് കയറ്റിയിടാനുള്ള സ്ഥലവും. അപ്പോൾ എല്ലാ സൗകര്യമുള്ളൊരു വീട് വേണം അർത്ഥം. അത് തന്നെ. നിങ്ങൾ ഈ പറഞ്ഞ സൗകര്യമൊക്കെ ഉള്ള വീട് വേണമെങ്കിൽ മാസം ഒരു 2000 രൂപ വാടകയാവും. 2000 രൂപ? അതെ. വാടക പിന്നെ എത്ര കൊടുക്കാം? 1500. ഇനി താഴട്ടെ. 1000. കുറച്ചുകൂടെ താഴട്ടെ. 750. കുറച്ചുകൂടെ കുറട്ടെ. 500. അല്ല, കുറച്ചുകൂടെ താഴട്ടെ. ഇനി എവിടം വരെ താഴണം പറ. ഒരു 150 വരെ. 150. 2 ബെഡ്റൂം, പൂന്തോട്ടം, കാറ് കയറ്റിയിടാനുള്ള സ്ഥലം, ബാത്റൂം അറ്റാച്ച്, 150 രൂപ വാടക. പറ്റിയ സ്ഥലമാണ്. ഈ വീടിന് 175 രൂപ. ഈ സാധനം ഞാൻ പറഞ്ഞു, ഇതാണ് കഴിഞ്ഞ നൂറ്റാണ്ടിലെ പഠനം. കഴിഞ്ഞ നൂറ്റാണ്ടാണ് ഇത്. 2012 2000-ലുള്ളതാണ് കഴിഞ്ഞ നൂറ്റാണ്ടിലെ പടം. അതിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് പോയില്ല എന്നുള്ളതാണ് മലയാളി. അതേ ലെവലിൽ അപ്പോഴും നിൽക്കുന്നത്. ഇപ്പോഴും ഒരു 10 ലക്ഷം ഉറപ്പ് ഉണ്ടെങ്കിൽ ഒരു 15,000 ഒരു 15 ലക്ഷത്തിൻ്റെ വീട് സ്വപ്നം കാണും. 15 ലക്ഷം ഉണ്ടെങ്കിൽ 25-ൻ്റെ സ്വപ്നം കാണും. 25 ലക്ഷം ഉണ്ടെങ്കിൽ 50 ലക്ഷത്തിൻ്റെ സ്വപ്നം കാണും. അവസാനം ഈ സ്വപ്നമൊക്കെ ബാങ്ക് കൊണ്ട്. ഞാൻ പറയുന്നത് ലോൺ എടുത്തിട്ട് ലോഡ് വെക്കരുത്. നമ്മുടെ ലാൻഡ്സ്കേപ്പ് ലോൺ അത് വെച്ചാൽ ലോൺ അടക്കം ബാങ്ക് അടിച്ച് മാറ്റും. അപ്പോൾ ലോൺ എടുത്ത് ലോൺ വെക്കരുതെന്ന് ഞാൻ പറയുന്നത്. ഇനി ലോൺ എടുക്കാതെ ലോൺ വെക്കാൻ പറ്റുന്നവർ വെച്ചോട്ടെ, ഒരു പ്രശ്നമില്ല. കാണാൻ നല്ലൊരു സാധനം, കണ്ണിന് ഭംഗിയില്ലേ. അപ്പോൾ ലോൺ എടുക്കാതെ ലോൺ വെക്കാൻ പറ്റിയ വെക്കാം, പക്ഷേ ലോൺ എടുത്തിട്ട് നമ്മൾ ലോൺ വെക്കരുത്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഒരു സിനിമയാണ് നമ്മൾ കണ്ടത്. നമ്മൾ തൊട്ട മുന്നിലുള്ള ജനറേഷൻ്റെ ഒരു സിനിമയാണ് കണ്ടത്. ആ സിനിമയിൽ നിന്ന് ഇപ്പോഴത്തെ ജനറേഷൻ യാതൊരു മാറ്റം വന്നിട്ടില്ല. അപ്പം അങ്ങനെ ഈ ഒരു രീതിയിൽ ഓഫീസ് റൂമുകൾ നമ്മൾ ഡിസൈൻ ചെയ്യും. ഓഫീസ് റൂമിൽ നിറയെ കസാലയിടും, അവിടെ സോഫയിടും, ആരെങ്കിലും വന്നാൽ ഇരിക്കാൻ ഒരു ടീപ്പോയി വെക്കും, കുറച്ച് ക്യൂരിയോസ് ഒക്കെ വെക്കും. ഈ ഓഫീസ് റൂം ഇന്ന് വരെ തുറക്കൂല. അതിൽ AC വെച്ചിട്ടുണ്ടാവും, ഇടുകയില്ല AC. അവസാനം സർവീസ് സെൻ്റർ എന്ന് വിളിച്ചറിയൂ, AC ഇപ്പോൾ വർക്ക് ചെയ്യില്ല കേട്ടോ. 3 നല്ല ഓൺ ആക്കാതെ പിന്നെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അപ്പോൾ ഈ ഒരു രീതിയിൽ മലയാളി അവൻ്റെ വീടുകളെ ഡിസൈൻ ചെയ്യാൻ അല്ലെങ്കിൽ വീടായിട്ട് ഇടപെടാൻ വേണ്ടി ആലോചിക്കുന്ന അവസ്ഥയാണ്. പിന്നെ വേറൊരു മഹാസംഭവമുണ്ട്, കാർ പോർച്ച്. കാറില്ലെങ്കിൽ, ഇപ്പത്തിൽ പറഞ്ഞാൽ കാറില്ലെങ്കിലും ഒരു കാർ പോർച്ച് വേണം നിർബന്ധം. ഒരു ബൈക്കാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഒരു പല വീട്ടിൻ്റെ മുന്നിലേക്ക് കയറി ചെല്ലുമ്പോൾ ഉണ്ടാവുക ഫ്രണ്ട് തന്നെ കാർ പോർച്ച് ചെയ്യും. വൃത്തികെട്ട ഈ തകരപ്പാട്ട ചളി പിടിച്ച് അവിടെ കിടക്കണ്ടാവും, മര്യാദയ്ക്ക് കഴുകും കൂടിയില്ല. ഒരു ലോങ് ട്രിപ്പ് ഉണ്ട്, ഇവിടുന്ന് ഇറങ്ങിക്കലർ പോയാൽ മഴയിലെടുത്ത് പോയാൽ തിരിച്ചു വരുമ്പോഴത്തേക്ക് മുഴുവൻ ചളി പിടിച്ചിട്ടുണ്ടാവും കാറിന് മുകളിൽ. ഈ തകരപ്പാട്ട എത്ര കോടിയാണെങ്കിൽ ശരി, അതിൻ്റെ മുകളിൽ ചളി പിടിച്ചാൽ മഹാ വൃത്തികളെ കാരണം. ഈ തകരപ്പാട്ട വീട്ടിൻ്റെ ഫ്രണ്ട് തന്നെ കൊണ്ടുപോകും. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഞെരുങ്ങി നോക്കിയാൽ വീട്ടിൽ കയറുക. തൊട്ടാ കംപ്ലീറ്റ് ചളി വരവും, കംപ്ലീറ്റ് ഞെരുങ്ങി ഇങ്ങനെ ഒതുങ്ങി. അതിന് തൊട്ടാ കംപ്ലീറ്റ് ആകെ നമ്മൾ നല്ല വെള്ള ഷർട്ടൊക്കെയാണ്, അതിലൊക്കെ നിറയെ ചളിയുണ്ട്. അപ്പോൾ അങ്ങനെ ഞെരുങ്ങി ഇടുങ്ങിയിട്ടാണ് നമ്മൾ വീട്ടിനകത്തേക്ക് കാർ പോർച്ചിന് ആലോചിക്കണം. നമുക്ക് എപ്പോഴും പോകേണ്ട ഒരു സാധനം ഈ വീടിൻ്റെ മുന്നിൽ തന്നെ കൊണ്ടിട്ട് ഇതിലൂടെ ഇടുങ്ങി ഞെരിഞ്ഞ് വീട്ടിൽ പോകേണ്ട ആവശ്യമുണ്ടോ? ആ വീടിൻ്റെ ഭംഗിയല്ലേ ആ പോർച്ച് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ കാർ പോർച്ചുകൾ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വെച്ച് പിന്നെ അതിൽ പണ്ടൊക്കെ അംബാസഡറൊക്കെ പറയേണ്ട ആകെ അലമ്പ ഓയിലും ഡീസലൊക്കെ ഉറ്റ്, ഇപ്പം അങ്ങനെ ഉറ്റില്ലാവും. അപ്പം അങ്ങനെ ഉറ്റ് വീടിൻ്റെ കാർ പോർച്ചൊക്കെ വൃത്തിയായി. ഇനി അല്ലേ പിന്നെ ഒരു കാർ പോർച്ചിൻ്റെ ഏരിയ ഉണ്ട്. ഈ സൈഡിലൊരു ബെഡ്റൂം, ഈ സൈഡിലൊരു കാർ പോർച്ച്. അപ്പം നമ്മൾ വരാന്തരുന്ന കാർ ഇങ്ങനെ കാണാം. ഈ കാറായിട്ട് വിറ്റാൽ അല്ലെ ആവശ്യമില്ലെങ്കിൽ അവിടെ ഭയങ്കര രസമാണ്. പഴയ പൊട്ടിയ ഫ്രിഡ്ജ്, അടുത്ത വീട്ടിലെ മരം, ജനവാതിലിൻ്റെ പൊളി, പൊട്ടിയ ടയറ്, വീട്ടിലെല്ലാ വേണ്ടാത്ത സാധനങ്ങൾ, കുട്ടികളെ കളിപ്പാട്ടം വരെ ഈ കാർ പോർച്ച് ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവും. കാർ പോർച്ചിൻ്റെ ഫ്രണ്ടിൽ വെക്കുന്നത് ഈ തകരപ്പാട്ടം നിർത്താൻ എന്തിനാണ് നമ്മൾ ഈ വീട്ടിൻ്റെ സ്ലാബ് ഏരിയ കൊടുക്കുന്നത്? അത് പൂട്ടിയിടാൻ പറ്റൂല, അതിന് സെക്യൂരിറ്റി ഇല്ല. ഏത് കളർ ഏത് പാതിരയ്ക്കും കാർ പോർച്ചിൽ കാർ എടുത്ത് പാഞ്ഞ് മനസ്സിലാവാം. നിങ്ങൾ ആലോചിക്ക്, ആ തകരപ്പാട്ടനെ ഒരു തകര ഷീറ്റ് കുടിക്കാൻ പോരെ? 4 ഷീറ്റ്, ഒറോളിയം എന്നുള്ള ഷീറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ കിട്ടാൻ പോരെ? അതിന് വേണമെങ്കിൽ ഒരു ഇരുമ്പിൻ്റെ ഗേറ്റ് വെച്ച് കൊടുത്തൂടെ? അതിനൊരു പൂട്ടും വെച്ച് കൊടുത്താൽ കള്ളൻ അത്ര പെട്ടെന്ന് പൊളിച്ചുകൊണ്ടാൻ പറ്റൂല്ലോ. അപ്പം ആ രീതിയിൽ എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നില്ല? ഒരു തകരപ്പാട്ടേനെ തകര ഷീറ്റിൻ്റെ ഉള്ളിൽ 4 പില്ലർ കൊടുത്ത് ഡോറ് വെച്ച് സേഫാക്കി നിർത്തിക്കൂടെ? അതിന് നമ്മൾ കിടക്കുന്ന ബെഡ്റൂമിൻ്റെ സ്പേസ് ആവശ്യമുണ്ടോ? അതിന് നമ്മൾ ഉപയോഗിക്കുന്ന സ്ലാബിൻ്റെ ഏരിയ ആവശ്യമുണ്ടോ?
ഈ പറയുന്ന കാർപോർട്സിൻ്റെ മുകളിലൊക്കെ പലപ്പോഴും ഭയങ്കര ചോർച്ചയിരിക്കും. അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഫ്ലാറ്റായിട്ടുള്ള സ്ലാബ് ഉണ്ടാവും. ഈ ഫ്ലാറ്റായ സ്ലാബിൽ നിറയെ ചോർന്ന് വയ്ക്കും. അപ്പം ഇങ്ങനെയുള്ള അനാവശ്യമായ വേണ്ടാത്ത നമുക്ക് ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും വീട്ടിനുള്ളിലേക്ക് നമ്മൾ ഇടിച്ചെത്തിച്ചുകൊണ്ടിരിക്കുക. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇപ്പം നമുക്കറിയാം ജനൽ വീടുണ്ടാകുന്നുണ്ടെങ്കിൽ ആദ്യം പറയും ജനലേ എനിക്ക് പിന്നെ വലിയ 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 നല്ല കള്ളി ജനലയക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങളുടെ വീട്ടിലൊക്കെ 3 കള്ളി ജനലില്ലേ, 4 കള്ളി ജനലില്ലേ? ഇന്നേ വരെ ആ 4 കള്ളി ജനൽ ആരെങ്കിലും തുറന്നുണ്ടോ? ഒരുമിച്ചിട്ട് ഒരൊറ്റ വീട് തുറന്നിട്ടുണ്ടോ? ഇന്നേ വരെ 3 കള്ളി ജനൽ 3 പൊളിയും തുറന്നിട്ടുണ്ടോ? തുറന്നിട്ടുണ്ടെങ്കിൽ അതൊരു അപാര സംഭവമാണ്. ഇവർക്ക് എന്തായിട്ട് അവാർഡ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ജനവാതിലൊന്നും തുറക്കപ്പെടുന്നില്ല. 3 പൊളി ജനവാതിൽ ഒരുമിച്ച് തുറക്കുന്നില്ല. 4 പൊളി ജനൽ തീരെ തുറക്കാൻ പറ്റില്ല, തുറന്നിട്ടാൽ ഗ്ലാസ് പൊട്ടും. അപ്പോൾ ഈ 4 പൊളി ജനലെന്തിനാ? ഈ 3 കള്ളി ജനലെന്തിനാ? ഇത് പെയിൻ്ററാണ് ഒന്ന് തുറക്കാം അവസാനം. അങ്ങനെ ഈ പെയിൻ്റർ വന്ന് തുറന്ന് പിന്നെ അടച്ചിട്ടാൽ പിന്നെ അടുത്ത പെയിൻറ്റിങ്ങിനെ തുറന്നു, ജനൽപ്പൊളി തുറക്കില്ല. ഈ ജനലുകൾ വലുതായ എന്താ പ്രത്യേകത? ഒരുപാട് വെളിച്ചം കയറും. സത്യമാണ്, ഒരുപാട് വെളിച്ചം കയറും. വെളിച്ചം കയറുമ്പം അതിൻ്റെ ഭാഗമായിട്ട് വളരെ ചൂടും അകത്തേക്ക് കയറും. ഇതൊരു ഗ്ലാസ് ഹൗസ് കോൺസെപ്റ്റാണ്. ഗ്ലാസ് ഹൗസുകളിൽ ഗ്ലാസ് മുകളിൽ കൊടുത്ത ഊട്ടി പോലുള്ള സ്ഥലങ്ങളിൽ ജനവാതിൽ നിറയെ ഉണ്ടാവും. എല്ലാ ബിൽഡിങ്ങുകളും നമ്മൾ കണ്ടുണ്ടാവും. കാരണം എന്താ വെച്ചാൽ അതിൽ ഊട്ടിയിൽ എപ്പോഴെങ്കിലും വരുന്ന സൂര്യപ്രകാശം വീട്ടിൻ്റെ അകത്തേക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് അവർ നിറയെ ഗ്ലാസ് കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഫോറിൻ രാജ്യങ്ങളിൽ, തണുപ്പുള്ള രാജ്യങ്ങളിൽ ഈ പറയുന്ന ഗ്ലാസ് ഹൗസ് കൺസെപ്റ്റ് വരാനുള്ള കാരണം, കൂടുതൽ ഗ്ലാസ് ആഡ് ചെയ്യാനുള്ള കാരണം, അവശേഷിക്കുന്ന തണുപ്പിനെ ഒഴിവാക്കാൻ, ചൂടിനെ കിട്ടുന്ന ചൂടിനകത്തേക്ക് കയറ്റാൻ വേണ്ടിയിട്ടാണ് ഗ്ലാസ് ഹൗസുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളെവിടെയോ സെപ്റ്റംബർ കഴിഞ്ഞാൽ പിന്നെ ചൂടാണ്. ഇപ്പോൾ ഏതാണ്ട് ഗൾഫ് വരെയുണ്ട്. ഇപ്പോൾ ഇവിടെ നല്ല ചൂടാണ്. ഭർത്താക്കപ്പടി നിൽക്കുന്നതേ പുറത്തിറങ്ങിയാൽ അല്ലേ? ഭർത്താക്കപ്പടി ചെയ്യുന്നതിൻ്റെ ഭർത്താവ് കാച്ചിൻ്റെ അടുത്ത് പോയി എന്നുള്ള ഒരവസ്ഥയാണ് 12-1 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ കോഴിക്കോടൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ചൂടുള്ള കാലത്ത് നമ്മൾ ഈ വലിയ 4 കള്ളി ജനൽ വെച്ചാൽ ഈ വീട്ടിൻ്റെ അകത്തേക്ക് ചൂട് ഇരച്ച് കയറുകയാണ്. നമുക്കറിയാം സ്ലാബ്, കമ്പി, സിമൻറ്റ്, മണലും കൂടി ചേർന്ന മിശ്രിതമുള്ള സ്ലാബ് ചൂടാകുമ്പം ആ സ്ലാബ് ചൂടായിട്ട് വരുന്ന ഹീറ്റാണ് ഒരു 3:30 മണിയാകുമ്പോൾ ഒരു പ്രത്യേക തരം ഉഷ്ണസഞ്ചാരം വരും. ഈ ഫാനിൻ്റെ കാറ്റ് ചൂടായി പലർക്കും ഫീൽ ഉണ്ടാവും, കോൺക്രീറ്റ് വീടുമ്പോൾ കാണാം. അപ്പം അങ്ങനെയുള്ള ആ ഒരു ചൂടുണ്ടാവാൻ കാരണം ആ ഫാന് സ്ലാബ് ചൂടായി താപം താഴേക്ക് ഇറങ്ങുന്ന. അപ്പം അത്തരത്തിലുള്ള സ്ഥലത്ത് ഈ 4 കള്ളി ജനൽ കൂടി വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു ചേമ്പറായി നമ്മളെ ഫാൻ ചേമ്പറാവും. AC വെച്ചാൽ തണുപ്പുണ്ടാവില്ല. അങ്ങനെ അതിഭീകരമായ ചൂടിനെ നമ്മൾ അനാവശ്യമായിട്ട് ഏറ്റുവാങ്ങുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, 4 പൊളിയുള്ള ജനലാണെങ്കിൽ 4 പൊളി, അതായത് മുകളിൽ 2 പൊളി, താഴെ 2 പൊളി, കുറച്ച് നീളമുള്ള 4 പൊളി ജനലാണെങ്കിൽ മുകളിൽ 2 പൊളി എപ്പോഴും തുറന്നിട്ടൂടെ? താഴത്തെ 2 പൊളി തുറന്നാൽ പറ്റില്ല, കാരണം സീൻ കോളറൈസുള്ള നാടാണ്, പാർത്ത് വയ്ക്കണം, പിന്നെ ഓനെ പിടിക്കാൻ പാടില്ല. അപ്പോൾ മുകളിൽ 2 കളി എന്തായാലും നമുക്ക് തുറന്നിട്ടാലും. അപ്പോൾ ഈ ഇങ്ങനെ ജനലിൽ പണ്ടത്തെ തറവാടുകളിലൊക്കെ അതായിരുന്നു ഉണ്ടായിരുന്നത്. പണ്ടത്തെ തറവാടുകളിൽ, പണ്ടത്തെ ഇംഗ്ലീഷ് ബംഗ്ലാവുകളിലൊക്കെ 4 പൊളിയുള്ള ജനലുകളായിരുന്നു. അവർക്ക് മരം കിട്ടായിട്ടാ, തേക്ക് മുഴുവൻ വരെ അണ്ടറിലായിരുന്നു. അപ്പോൾ അവരെന്താ 4 പൊളി ജനലാക്കി? മുകളിലെ 2 പൊളി തുറന്നിട്ടാൽ ബാക്കിയുള്ള 2 പൊളി അടച്ചിട്ടാൽ അത്രയും ചൂട് അകത്തേക്ക് കയറില്ല. ഇപ്പോൾ നമുക്കറിയാം പഴയ തറവാടുകൾ ഫാനൊന്നും ഇല്ലാതെ വളരെ ഇടുങ്ങിയ റൂമാണ് പണ്ടത്തെ തറവാടുകൾ. നമ്മൾ പലർക്കും അത്തരം വീടുകളുണ്ടാവും. ആ വീട്ടിലെങ്ങനെ തണുപ്പ് വരുന്നത്? ആ ജനൽ വളരെ ചെറിയ ജനലാണ്, അതായത് ഒരു 3 അടി 2 അടി നീളമൊക്കെ ഉള്ള ജനലാണ്. അപ്പോൾ പുറത്തുനിന്നുള്ള കാറ്റ് ഈ ജനലിനുള്ളിൽ കൂടെ വരുമ്പോൾ തണുക്കും. അത് ഒരു ശാസ്ത്രീയമായ വസ്തുതയാണ്. ഇപ്പം നമുക്കറിയാം, നമുക്ക് കയ്യിൽ മുറി പറ്റി, പെട്ടെന്ന് കൈയൊന്ന് മുറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ഊതൂല അല്ലേ? നമ്മൾ ഊതുള്ളൂ, ചുണ്ട് കുറിപ്പിച്ച് വെച്ചിട്ട് ഊതുള്ളൂ. അപ്പോൾ തണുത്ത കാറ്റ് പ്രവഹിക്കും. എന്ന് പറഞ്ഞാൽ ഈ മുറുക്കി എരിവ് കൂടും, കാരണം ചൂടുള്ള കാറ്റാണ്. ഇതാണ് കാറ്റിൻ്റെ ബേസിക് ഏറ്റവും സിമ്പിളായിട്ടുള്ള പ്രിൻസിപ്പിൾ. ഈ ചൂടുള്ള കാറ്റ് ചെറിയ പ്രതലത്തിലൂടെ വരുമ്പോൾ നമ്മുടെ വായിലുള്ള കാറ്റ് ചൂടുള്ള തന്നെയാണ്. പക്ഷേ നമ്മൾ ആ പ്രയോഗിക്കുന്ന രീതിയിൽ ചുണ്ട് കൂട്ടി ഊതുന്ന സമയത്ത് തണുത്ത കാറ്റും ചുണ്ട് വായ തുറന്ന് ഊതുമ്പോൾ ചൂടുള്ള കാറ്റും വരുന്നു എന്നുള്ളതാണ് ഒരു അടിസ്ഥാന തത്വം. ഇത് തന്നെയാണ് വായുവിൻ്റെയും തത്വം. നമ്മൾ ചെറിയ ജനലിലൂടെ, ചെറിയ ജാലകങ്ങളിലൂടെ തണുത്ത കാറ്റ് ഏത് കടപ്പുറത്തുനിന്നും കയറും. പക്ഷേ വലിയ വാതായനങ്ങളിലൂടെ ചൂടും അകത്തേക്ക് പ്രവഹിക്കും. ഈ ബേസിക് പ്രിൻസിപ്പിൾ അറിഞ്ഞതുകൊണ്ടാണ് നമ്മളെ കാരണന്മാർ ഫാന് കണ്ടിരിക്കാത്ത കാലത്ത് ഇത്തരത്തിലുള്ള ജനവാതിലിൽ സുഖമായി അന്തി തുടങ്ങിയത്. അവർക്കൊരു പ്രശ്നമില്ല, ഫാനേ ആവശ്യമില്ലായിരുന്നു. ഇപ്പോഴും നമുക്ക് അത്തരം വീടുകളിൽ സുഖമായിട്ട് പോയിട്ട് അന്തി തുടങ്ങാൻ പറ്റും. പല വീടുകളിൽ ഇപ്പോൾ റിസോർട്ട്സിലൊക്കെ അതാ ചെയ്യുന്നു. അപ്പം ഇങ്ങനെ ഈ തിരിച്ചറിവ്, ഇതിനിപ്പോൾ നമ്മൾ അത്രയും ചെറിയ ജനൽ ഉണ്ടാക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ വീടുകളിൽ കാണാം 4 കള്ളി ജനലുകൾ, 4 കള്ളി ജനലുകൾ കൊടുക്കുക, പകുതി മരാക്കുക. അങ്ങനെ പകുതി മരാക്കി കഴിഞ്ഞാൽ മുകളിലെ പൊളി നമുക്ക് തുറന്നിടാം, താഴത്തെ പൊളി ചൂടായിട്ട് ചൂടകത്തേക്ക് കയറില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുക എന്നുള്ളതാണ് സത്യം.
അപ്പോൾ 4 കള്ളി ജനലുകൾ ആക്കുക. ഈ വലിയ 4 കള്ളി ജനലുകളോ 3 കള്ളി ജനലുകളോ വേണ്ടാന്ന് വെക്കാം. അപ്പോൾ അത് വേണ്ടാന്ന് വെക്കാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പിന്നെ വേറൊരു പ്രധാന പ്രശ്നവും നമ്മൾ വീടുണ്ടാക്കുമ്പോൾ നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്ന ഒരു വിഭാഗം. പലപ്പോഴും ഇത് മേസന്മാർ, കോൺട്രാക്ടേഴ്സ്, അല്ലെങ്കിൽ അങ്ങനെ പല ആളുകളും, ഈ രംഗത്തുള്ള പല ആളുകളും, എല്ലാ ആളുകളും എന്നല്ല, നല്ല ആളുകളുണ്ടാവും. ഇവർക്ക് ഒരു പ്രധാനപ്പെട്ട സാധനമുണ്ട്, സൺസൈഡ് എന്ന് പറയും. സൺഷെയ്ഡ് എന്നാലും പറയാമല്ല, സൺസൈഡ് എന്ന് പറയും. അതായത് എല്ലാ വീടിൻ്റെ ജനലിൻ്റെ മുകളിലും ഒരു ലിൻഡൽ ഉണ്ടാവും. ആ ലിൻഡലിന് പുറത്തേക്ക് ഒരു ചാട്ടം ഉണ്ടാവും, ഒരു 2.5 അടി ചാട്ടം. ജനൽ നനയാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ സൺഷെയ്ഡുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന റെയിൻ ഷെയ്ഡുകളാണ്. ഈ സൺഷെയ്ഡിൻ്റെ സ്ഥിതി എന്താ വെച്ചാൽ, ഇതിനൊരു ഇഷ്ടികര കൊണ്ടൊരു തിണ്ട് കിട്ടും. എന്നിട്ട് 1 ഇഞ്ച് 3/4 ഇഞ്ച് പൈപ്പ് അതിന് തുളയിട്ട്. ഈ പൈപ്പിൽ ഈ വീട്ടിലെ ചപ്പും ചവറും വീണ് ഇത് അടയും. ഇത് അടഞ്ഞു കഴിഞ്ഞാൽ ഈ സൺഷെയ്ഡ് തീർത്തും ഒരു വാട്ടർ ഷെയ്ഡായിട്ട് മാറും. വീടിൻ്റെ ചുറ്റും, ഈ ലിൻഡലിൻ്റെ ചുറ്റും ഒരു വാട്ടർ ഷെയ്ഡ് വരും. അങ്ങനെ മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ ഈർപ്പം പല രാജ്യങ്ങളും നമ്മളകത്തുണ്ടാക്കും. പല രാജ്യങ്ങളിലെ മാപ്പുകൾ നൽകുന്നു. ഈ സൺഷെയ്ഡിൻ്റെ മുകളിലെ വെള്ളം അകത്തെ ജനലിൻ്റെ ചെതലുണ്ടാക്കും. അതിന് ഈർപ്പം കൊണ്ട് ആ ചുറ്റുഭാഗവും വീടിൻ്റെ ഈർപ്പുണ്ടാവും. അങ്ങനെ ഈർപ്പുണ്ടായി കഴിഞ്ഞാൽ ഈ തുള, അതായത് ഈ പറയുന്ന സൺഷെയ്ഡിലുള്ള ഓട്ട കുത്താൻ വേണ്ടിയിട്ട് പലരും ടെറസിൻ്റെ മുകളിൽ കയറി വീരചരമം പ്രാപിച്ചു. അറിയാലോ, ബിച്ചു തിരുമല സ്വന്തം വീട്ടിലെ ടെറസിൻ്റെ മുകളിൽ വീണിട്ട് കൈകാലൊടിഞ്ഞു പോയത്. അയാളൊരു ഇൻ്റർവ്യൂ പറഞ്ഞു. അങ്ങനെ ഈ ഒരു നിങ്ങൾ നോക്കിയാൽ മതി, ഒരു ജൂൺ ജൂലൈ മാസത്തിൽ നമ്മുടെ നാട്ടിൽ ടെറസിൽ നിന്ന് വീണ് വെച്ചു. വെറുതെ ടെറസ് പോയി കുത്തുന്നതല്ല, അല്ലെ ടെറസ് കാറ്റുള്ളാൻ പോയതുമല്ല. ഈ പറയുന്ന സൺഷെയ്ഡ് കുത്തി തുറക്കാൻ വേണ്ടി പോകുമ്പോൾ വഴുക്കലിച്ച് നിൽക്കുന്ന ഭയങ്കര വഴുക്കലുള്ള ഈ ടെറസിൻ്റെ മുകളിൽ തലയടിച്ച് വീണ് മരിച്ചു പോയ മനുഷ്യന്മാർ എത്രയോ രക്തസാക്ഷികൾ കയ്യും കാലം പൊട്ടിക്കിടക്കുന്നു. ടെറസിന് മുകളിൽ നിന്ന് വേണം ചോദിച്ചാൽ മനസ്സിലാവും. ഞാൻ സ്ഥിരമായിട്ട് മനോരമ ശ്രദ്ധിക്കുന്ന കാര്യം. അപ്പോൾ ഈ പത്രങ്ങളൊക്കെ കാണാം, ഈ സൺഷെയ്ഡ് പിന്നെ ടെറസിൽ നിന്നും വീണ് മരിച്ചു. ബിൽഡിങ്ങിൻ്റെ പണിയെടുക്കുമല്ല, ഈ പറയുന്ന റെയിൻ ഷെയ്ഡുകൾ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി, അവിടെ വെള്ളം കെട്ടിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി പോയിട്ട് മരിക്കുന്ന ആളുകളാണ് ഇങ്ങനെ റെയിൻ ഷെയ്ഡ് ക്ലീനേഴ്സായിട്ട് മരിക്കുന്നത്. അപ്പോൾ ഈ റെയിൻ ഷെയ്ഡുകൾ നമുക്ക് ആവശ്യം. സണ്ണിന് എന്തിനാ ഷെയ്ഡുകൾ ആലോചിക്കും. ഈ വീടിൻ്റെ പടം, ഈ വീടിൻ്റെ നിർമ്മാണ രീതി നമുക്ക് ശ്രദ്ധിക്കാം. ഇപ്പം ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇതൊക്കെ എങ്ങനെയാണ് നടക്കുക? അതൊരു വലിയ പ്രശ്നമാണല്ലോ. ഇതൊക്കെ പാചകം കഴിക്കാൻ വലിയ സുഖമാണ്. ഇതെങ്ങനെ നടത്താം അത് നോക്കണമല്ലോ. ഞാനിപ്പോൾ മൈക്ക് കിട്ടി കുറേ കാര്യം പറഞ്ഞു. ഇതൊക്കെ നിങ്ങൾ ചെയ്യുമോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഇതിനാദ്യത്തെ ഫോട്ടോ നോക്കുക ഫസ്റ്റ്. അത് ഞാൻ ആ ചിത്രം വരയ്ക്കുന്നതാണ്. ഇതിന് ഫോട്ടോഷോപ്പൊന്നുമില്ല, വെറുതെ ഒരു പെന്നോണ്ട് വരച്ച ചിത്രമാണ്. ആ വീടിൻ്റെ ചിത്രമാണ് വെറുതെ പേപ്പറിൽ ഇങ്ങനെ കുത്തി വരയ്ക്കുക ചെയ്യുക. അതാണ് വീടിൻ്റെ എലിവേഷൻ. ഇത് വേണമെങ്കിൽ ഫോട്ടോഷോപ്പ് ആക്കാം. ഫോട്ടോഷോപ്പ് ആക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഫോട്ടോഷോപ്പ് നമുക്ക് സംഭവിച്ചാൽ താജ്മഹലിൻ്റെ ജനല് വരെ അതിൽ കൊണ്ടുപോകും. പക്ഷേ വീടുണ്ടാക്കി കഴിയുമ്പോൾ അതിൽ കൊള്ളൂലാവുന്നു. പലപ്പോഴും ഫോട്ടോഷോപ്പ് കാണാൻ നല്ല ഭംഗിയാണ്. എന്ത് ഭംഗിയുള്ള വീടാണ്. അവിടെ ഓടി കാറിടും. പിന്നെ അപ്പോൾ ഓടി കാറിട്ട് കഴിഞ്ഞാൽ വീടുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഓടിയെങ്കിലും സംഘടിച്ചൊരു ഓടി എടുക്കും. അവസാനം ഓടി ഒളിക്കുക, അത് അടയ്ക്കാൻ പറ്റാം. അപ്പോൾ അങ്ങനെ ഈ ഒരു ഓടി കാറും 2-3 പാൻറ്റ് ഷർട്ട് മദാമാരും സായിബാരൊക്കെയാണ് ഈ പലപ്പോഴും ഫോട്ടോഷോപ്പിൻ്റെ ഫ്രണ്ടിലുണ്ടാവും. നമ്മൾ നാട്ടുകാരൊന്നും തീരെ ഫോട്ടോഷോപ്പൊക്കെ ഇഷ്ടമല്ല. കണ്ടില്ലേ, നമ്മളിവിടെ ലോക്കൽ സോപ്പ് വെക്കാനും അല്ലെങ്കിൽ മെഴുകുതിരി വെക്കാനൊക്കെ മദാമേൻ്റെ ഫോട്ടോ ആണ്. ഫ്ലാറ്റ് മദാമിനെല്ലാവരും നമ്മളെ ആൾക്കാരും കൊടുക്കുകയില്ല. അധികം ഫ്ലാറ്റിൻ്റെ പറയുന്നതിലും ഫോറിൻകാരായിരിക്കും ആഡ് ഉണ്ടാവും. അപ്പോൾ എന്തായാലും അപ്പോൾ ഈ ഫോട്ടോഷോപ്പർ എന്താണെന്ന് വെച്ചാൽ എപ്പോഴും അതിൽ ഭയങ്കര ഭംഗിയുള്ള ചിത്രമൊക്കെ വെച്ച് ഇത് അവിടെ കൊള്ളുമോ, ഇത് എവിടെ നിന്നാണ് കാണുന്നത്, ഇങ്ങനത്തെ ബേർഡ് വ്യൂ ആണോ അല്ലെങ്കിൽ സ്ട്രേറ്റ് വ്യൂ ആണോ